ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആഗൂസ് വേൾഡ്. ഞാൻ പ്രോഗ്രഷൻ്റെ പാർട്ട് 1 കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നതിൻ്റെ പാർട്ട് 2 ആണ് ഞാൻ ഇടുന്നത്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ഉൾപ്പെട്ടതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇട്ടിരിക്കുന്നത്. എൻ്റെ ഒരു പാർട്ട് 3യും ഉണ്ടായിരിക്കും. അത് ആ ചാപ്റ്റർ മൊത്തത്തിൽ അതിൻ്റെ ഇക്വേഷൻസും പ്രധാന ക്വസ്റ്റ്യൻസും എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒറ്റ വീഡിയോ, ആ ചാപ്റ്റർ മൊത്തത്തിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള വീഡിയോ കൂടി അടുത്തത് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ ഇന്ന് ഈ സെക്കൻഡ് പാർട്ട് നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കുക. വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഒരു പ്രധാന ക്വസ്റ്റ്യൻ, എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നത്. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് 3 നിങ്ങൾ വ്യക്തമായി കണ്ടുപഠിക്കുക. ദി ക്വസ്റ്റ്യൻ, ദി ആൽജിബ്രായിക് എക്സ്പ്രഷൻ of an arithmetic sequence is xn equal to 5n plus 3. അതിൻ്റെ പാർട്ട് ക്വസ്റ്റ്യൻ പാർട്ടായിട്ട് വാട്ട് ഈസ് ദ ഫസ്റ്റ് 3 ടേംസ് ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ മതി. ബാക്കി ഇൻട്രസ്റ്റ് ഉള്ളത് അറിയാം. രണ്ടാമതായിട്ട് ക്വസ്റ്റ്യൻ പറയാം, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്. What is the common difference? നമുക്ക് തന്നിരിക്കുന്ന ആൾജിബ്രായിക് എക്സ്പ്രഷൻ xn ഈക്വൽ ടു 5n പ്ലസ് 3 എന്നാണ് അല്ലേ. എന്നിന് 1 കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും. x1 ഈക്വൽ ടു 5 ഇൻറ്റു 1 പ്ലസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 3 ഈക്വൽ ടു x8 എന്ന് കിട്ടി. എക്സിന് 2 കൊടുത്താൽ നമുക്ക് സെക്കൻഡ് ടൈം കിട്ടും. x2 ഈക്വൽ ടു 5 ഇൻറ്റു 2 പ്ലസ് 3, ദാറ്റ് ഈസ് 10 പ്ലസ് 3 ഈക്വൽ ടു 13 എന്ന് കിട്ടും. വാട്ട് ഈസ് ദ ഫസ്റ്റ് 3 ടേംസ് എന്നാണ് ചോദിച്ചത്. എന്നാലും നമുക്ക് x3യും കൂടെ കണ്ടുപിടിക്കാണ്ട്. x3 ഈക്വൽ ടു 5 ഇൻറ്റു 3 പ്ലസ് 3. ഈ എക്സ്പ്രഷൻ xn ഈക്വൽ ടു 5n പ്ലസ് 3യിൽ എന്നിന് വാല്യൂ കൊടുത്താണ് നമ്മൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും കണ്ടുപിടിക്കുന്നത്. 5 ഇൻറ്റു 3 15, 15 പ്ലസ് 3 ഈക്വൽ ടു 18 എന്ന് കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്ത് കിട്ടിക്കഴിഞ്ഞു? ഫസ്റ്റ് 3 ടേംസ് ആണ്. അങ്ങനെ എഴുതി തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണം. ഫസ്റ്റ് 3 ടേംസ് ആർ 8, 13, 18. രണ്ടാമത്തെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഏത് ടേമാണ് എടുക്കുന്നത് അത് തൊട്ട് മുന്നിലത്തെ ടേം മൈനസ് ചെയ്യുക. x2 മൈനസ് x1, ദാറ്റ് ഈസ് ഈക്വൽ ടു 13 മൈനസ് 5. എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അതാണ് ആ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നത് അല്ലേ. 13 മൈനസ് 8 ആണ്, 5 അല്ല. 13 മൈനസ് 8, 13 മൈനസ് 8 നമുക്ക് എന്താ കിട്ടുന്നത്? 5. കോമൺ ഡിഫറൻസ് 5 എന്ന് കിട്ടി. എന്നാൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് എന്ത് ടേം xn ഈക്വൽ ടു 5n പ്ലസ് 3 എന്ന് തരുന്ന എന്ത് ടേമാണ് തന്നിരിക്കുന്നത്. എന്ത് ടേം തന്നാൽ ഏത് ടേമാണോ കണ്ടുപിടിക്കാൻ പറയുന്നത് ആ ടേം n ആയിട്ട് എടുത്തുകൊണ്ട് എന്നിൻ്റെ വാല്യൂ ആ എക്സ്പ്രഷനിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ടേം കിട്ടും. ഇവിടെ നമുക്ക് ഫസ്റ്റ് 3 ടേംസ് കാണാൻ പറഞ്ഞതുകൊണ്ടാണ് x1ഉം s2ഉം s3യും കണ്ടുപിടിച്ചത്.
എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു x1 കണ്ടുപിടിച്ചു, എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്ത് x2 കണ്ടുപിടിച്ചു, എന്നിൻ്റെ സ്ഥാനത്ത് 3 കൊടുത്ത് x3 കണ്ടുപിടിച്ചു. അന്നേരം ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. രണ്ടാമതായിട്ട് അവർ ചോദിച്ചിരിക്കുന്ന കോമൺ ഡിഫറൻസ് എത്രയെന്നാണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിന് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം ഞാൻ മൈനസ് ചെയ്തു. 13 - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് ആൻസർ കിട്ടി. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് എഴുതാൻ പോകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് പറഞ്ഞേക്കുന്നത് ആൻ ആൾജിബ്രായിക് സീക്വൻസ് start as 7, 13, 19, 25 etc. അതിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ്. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് ഫൈൻഡ് ദ 20th ടേം ഓഫ് ദി സീക്വൻസ്. ഫൈൻഡ് ദ 20th 20ാമത്തെ ടേം ഓഫ് ദ സീക്വൻസ്. ഇത് ചോദിച്ചിട്ടുണ്ട്. അന്നേരം തന്നിരിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് 7, അതൊന്ന് എടുത്ത് 13, 19, 25 etc. ആണ് തന്നേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു x2 13 - 7 ആണ്. 13 7 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 6 ആണ് ആൻസർ കിട്ടുന്നത് അല്ലേ? കോമൺ ഡിഫറൻസ് കിട്ടുന്നത് 6 ആണ്. 13 - 7 6 എന്ന് കിട്ടും. ഇനി നമുക്ക് രണ്ടാമത് പറഞ്ഞാൽ 20th ടേം എത്രയെന്ന് കണ്ടുപിടിക്കാം. 20th ടേം നേരത്തെ പറഞ്ഞതുപോലെ x20 കണ്ടുപിടിച്ചാൽ മതി അല്ലേ? x20 കണ്ടുപിടിക്കണം. x20 കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം പ്ലസ് 19 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. അതിൻ്റെ ഇക്വേഷനുണ്ട് xn ഈക്വൽ ടു a പ്ലസ് n - 1 ഇൻറ്റു d എന്നൊരു ഇക്വേഷനുണ്ട്. അത് a എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ടേമാണ്. ഇനി n20 ആണ്. n എന്ന് പറഞ്ഞാൽ n - 1 9 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ അടുത്ത വീഡിയോ ഇക്വേഷൻസ് മാത്രം എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അടുത്തത് വ്യക്തമായിട്ട് ഇടുന്നതായിരിക്കും. xn ഈക്വൽ ടു a പ്ലസ് n - 1 d. ഇവിടെ a എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേമാണ്, d എന്ന് പറഞ്ഞ കോമൺ ഡിഫറൻസ് ആണ്, n എന്ന് പറഞ്ഞ ഏത് ടേമാണോ അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് 20 ആണ്. അന്നേരം നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഇവിടെ തന്നേക്കുന്നതനുസരിച്ച് x20 കണ്ടുപിടിക്കുമ്പം x1 ഫസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം ഇവിടെ തന്നിട്ടുണ്ട് 7 പ്ലസ് 19 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമുക്ക് 6 ആണെന്നറിയാം. അതിനിവിടെ കണ്ടുപിടിക്കാൻ 7 പ്ലസ് ആദ്യം 19 ഇൻറ്റു 6 നിങ്ങൾ കണ്ടുപിടിക്കണം. 19 ഇൻറ്റു 6 എത്ര വരും? 54 ശിഷ്ടം 5 6 5 11 114 അവിടെ വരും. 114 പ്ലസ് 7 എത്ര വരും? 7 4 11 ഇഷ്ടം 1 2 121 ഇവിടുത്തെ ആൻസർ വരുന്നത്. എത്ര വരും? 121 നമ്മളെ 20th ടേം എന്ന് പറയുന്നത് 121. ഇത് മനസ്സിലായല്ലോ? തന്നിരിക്കുന്ന എക്സ്പ്രഷൻ 7, 13, 19, 25 etc. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചു, നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. 20th ടേം കണ്ടുപിടിക്കുന്നതിന് xn ഈക്വൽ ടു a പ്ലസ് n - 1 ഇൻറ്റു d എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചു. ഇവിടെ a എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നതിൽ a ഫസ്റ്റ് ടൈം, അതായത് ഇവിടെ നമ്മൾ x1 എന്ന് എഴുതിയിരിക്കുന്ന ആ ഫസ്റ്റ് ടൈം, അത് രണ്ടും ഒന്ന് എക്ക് ഈക്വലായിട്ട് ഇവിടെ x1 ആണ് ഞാൻ പറഞ്ഞേക്കുന്നത്. n എന്ന് പറയുന്നത് ഏത് ടേമാണോ കണ്ടുപിടിക്കേണ്ടത് അതിൽ നിന്ന് 1 കുറച്ചിട്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അന്നേരം നമുക്ക് കിട്ടിയാണ് 121 121 എന്ന് ആൻസർ കിട്ടും. അത് പ്രധാന ക്വസ്റ്റ്യനാണ്. പരീക്ഷയ്ക്ക് സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസാണത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതിവിടെ തന്നേക്കുന്ന xn ആയിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സം വരുന്നൊരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ ചെയ്യാം. മൂന്നാമതൊരു ക്വസ്റ്റ്യൻ പറയുന്നത് സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ്. ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് of an arithmetic sequence
is given by Sn equal to 2n square plus 5n തന്നിട്ടുണ്ട്. അവർ തന്നെ ചോദ്യം ചോദിച്ചിരുന്നതാണ് ഫൈൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് ടേം. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് ടേം. കണ്ടുപിടിക്കാം. സം ഓഫ് ദി ഫസ്റ്റ് ടേം അവർ ചോദിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞേക്കുകയാണ് വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം എന്നോട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം എന്നോട് ചോദിച്ചിട്ടുണ്ട്. സം ഓഫ് ദി ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ S1 ആണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ X1 ആണ്. നമ്മൾ ടെസ്റ്റിലെ സിമ്പിൾ അനുസരിച്ച് X1 ആണ്. നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് സംശയം വേണ്ട, ഞാൻ പറയുന്ന വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടാൽ മതി. അതിൽ ബി പാർട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദി സം ഓഫ് ദി ഫസ്റ്റ് ടു ടേംസ്. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് ടു ടേംസ്. ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം അവർ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം. വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം ചോദിച്ചിട്ടുണ്ട്. സി പാർട്ടായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു റൈറ്റ് ഡൗൺ ദ സീക്വൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ദ സീക്വൻസ്. ഇത്രയാണ് ഈ ക്വസ്റ്റിനകത്ത് ചോദ്യമായിട്ട് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ നോക്കുക. ദി സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ഗിവൺ ബൈ Sn ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 5n. അതിൽ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഫൈൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് ടേംസ്. വാട്ട് ഈസ് ഇസ് ഫസ്റ്റ് ടേം എന്ന് ചോദിച്ചിട്ടുണ്ട്. സം ഓഫ് ദി ഫസ്റ്റ് ടേം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇസ് ഫസ്റ്റ് ടേം എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദി സം ഓഫ് ദി ഫസ്റ്റ് ടു ടേംസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതോടൊപ്പം വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം എന്നും ചോദിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് പാർട്ട് ചോദിച്ചേക്കുന്നത് റൈറ്റ് ഡൗൺ ദ സീക്വൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ഞാൻ അങ്ങ് വായിക്കുവാണ്, ആൻസർ ചെയ്യാം, ശ്രദ്ധിച്ചോളുക. സം ഓഫ് n ടേംസ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന Sn ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 5n എന്നാണ് തന്നിരിക്കുന്നത്. സം ഓഫ് ദി ഫസ്റ്റ് ടേം S1 നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിന് 1 കൊടുത്ത് 2 × 1 സ്ക്വയർ പ്ലസ് 5n. 5 × 1 n എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. ദാറ്റ് ഈസ് 2 × 1 സ്ക്വയർ ഒന്ന് 2 × 1 2 പ്ലസ് 5 × 1 5 ഈക്വൽ ടു 7 എന്ന് കിട്ടി. ഇതാണ് സം ഓഫ് ദി ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. സം ഓഫ് ദി ഫസ്റ്റ് ടേം ഈസ് ജസ്റ്റ് ആസ് ദി ഫസ്റ്റ് ടേം ഇറ്റ് സെൽഫ് അല്ലേ. Therefore x1 first term is also is equal to 7 തന്നെയാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദ സം ഓഫ് ദി ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഒരു ടേമേ ഉള്ളൂ. ഒന്നാമത്തെ ടേമിൻ്റെ സം എന്ന് പറഞ്ഞാൽ ആ ടേം ഇറ്റ് സെൽഫ് ഫസ്റ്റ് ടേം തന്നെയാണ്. അന്നേരം ആ ഫസ്റ്റ് ടേം തന്നെ x1 നമുക്ക് എന്ത് എഴുതാം, 7 ആൾസോ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾ ഓർക്കാൻ ദി സം ഓഫ് ദി ഫസ്റ്റ് ടേം ഈസ് ജസ്റ്റ് ആസ് ദി ഫസ്റ്റ് ടേം ഇറ്റ് സെൽഫ് വേണമെങ്കിൽ കാണിച്ചുകൊണ്ട് S1 ദ സെൻറ്റൻസ് വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കോളൂ. ദ സം ഓഫ് ദ ഫസ്റ്റ് ടേം ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് ടേം ഇറ്റ്സെൽഫ്. ഫസ്റ്റ് ടേം ഇറ്റ്സെൽഫ്. സോ x1 അത് ഫസ്റ്റ് ടേം ഈക്വൽ ടു 7 എന്ന് കിട്ടി. അത് ആ രണ്ട് ക്വസ്റ്റ്യൻ ആൻസറും അവിടെ തീർന്നു. ഈ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ നമ്മളിവിടെ ചെയ്തത്. ബിയിൽ പറഞ്ഞേക്കുന്നത് എന്താണ്, സം ഓഫ് ദി ഫസ്റ്റ് ടു ടൈംസ് സെക്കൻഡ് ടൈം സം ഓഫ് ദി സെക്കൻഡ് ടൈം ചോദിച്ചിട്ടുണ്ട് ബി. അന്നേരം നമ്മൾ കണ്ടുപിടിക്കേണ്ട S2 ആണ് കണ്ടുപിടിക്കുക. S2 ഈക്വൽ ടു 2 × 2 സ്ക്വയർ പ്ലസ് 5 × 2 എന്ന് വരും.
2 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 5 ഇൻറ്റു 2 10 ആണ്. 2 ഇൻറ്റു 4 8 പ്ലസ് 10 ഈക്വൽ ടു 18 എന്ന് വന്നു നമുക്ക് ആൻസർ. ഇത് S1 പ്ലസ് S2 ആണ് ഇവിടെ നമുക്ക് 18 കിട്ടിയേക്കുന്നത് അല്ലേ. സെക്കൻഡ് ടൈം നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഹെൻസ് സെക്കൻഡ് ടൈം ഈക്വൽ ടു സെക്കൻഡ് ടൈമിന് നമ്മൾ x2 എന്ന് കൊടുത്തു. x2 ഈക്വൽ ടു S2 മൈനസ് S1 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 മൈനസ് 7 എത്ര കിട്ടും? 11 എന്ന് കിട്ടും. അങ്ങനെ ഫസ്റ്റ് ടൈം 7 സെക്കൻഡ് ടൈം 11 എന്ന് കിട്ടി. മൂന്നാമത് അവർ പറഞ്ഞേക്കുന്നത് എന്തുവാണ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. കോമൺ ഡിഫറൻസ് മാറ്റുമ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് സി പാർട്ട് പറഞ്ഞേക്കുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ദ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു x2 മൈനസ് x1 ആണ്. x2 നമുക്ക് 11 ആണ് കിട്ടിയത്, മൈനസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് 4 എന്ന് കിട്ടും. നമുക്ക് സീക്വൻസ് എഴുതണം അല്ലേ. അവിടുത്തെ സി പാർട്ടിൽ തന്നെ വേറായിട്ട് സീക്വൻസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ദ സീക്വൻസ് ഫസ്റ്റ് ടൈം എത്രയാണെന്ന് കിട്ടിയത്? 7. സെക്കൻഡ് ടൈം 11. 11 4 കൂട്ടം 15 19 എക്സെട്ര നമുക്ക് സീക്വൻസ് കിട്ടും അല്ലേ. 7 11 15 19 എക്സെട്ര. അന്നേരം ആ ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ആയി കഴിഞ്ഞു. ഇവിടെ തന്നേക്കുന്ന SN ആയിരുന്നു. നമുക്ക് സം ഓഫ് n ടൈംസ് ആണ് തന്നിരിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. nth ടൈം അല്ല തന്നേക്കുന്നത്. അന്നേരം S1 S2 S3 ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. S1 എന്ന് പറയുന്നത് തന്നെയാണ് ഫസ്റ്റ് ടൈം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. S2 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും കൂടെ ആഡ് ചെയ്തതാണ്. അന്നേരം നമുക്ക് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ S2ൽ നിന്ന് S1 കുറയ്ക്കണം, അതായത് ഫസ്റ്റ് ടൈം കുറയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ടൈം കിട്ടുള്ളൂ. ആ സെക്കൻഡ് ടൈമും കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ കോമൺ ഡിഫറൻസ് കാണാൻ പോകാവൂ. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുന്നതാണ്. അല്ലാതെ S2ൽ നിന്ന് S1 കുറച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന കോമൺ ഡിഫറൻസ് അല്ല, തെറ്റാണ്. അങ്ങനെ എഴുതാതിരിക്കാൻ ശ്രമിക്കുക. അവിടെ ഒന്ന് നോട്ട് ചെയ്ത് പ്രത്യേകം ഒന്ന് വയ്ക്കേണ്ടത് അതാണ്. സം ഓഫ് n ടൈംസ് ആണ് തന്നേക്കുന്നതെങ്കിൽ S1ഉം S2ഉം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് കാണാൻ പറ്റത്തില്ല. S2 എന്ന് പറയുന്നത് S1ൻ്റെയും S1 പ്ലസ് രണ്ടാമത്തെ ഫസ്റ്റ് ടൈമിൻ്റെയും സെക്കൻഡ് ടൈമിൻ്റെയും സമ്മാണ് നമുക്ക് S2 എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്താൽ മാത്രമേ സെക്കൻഡ് ടൈം കിട്ടുകയുള്ളൂ. അതിന് ശേഷം മാത്രമേ നമ്മൾ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാവൂ. കോമൺ ഡിഫറൻസും കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം സീക്വൻസ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. ഫസ്റ്റ് ടൈം x1 എഴുതുക, സെക്കൻഡ് x2, പിന്നെ കോമൺ ഡിഫറൻസ് കൂട്ടി x3 എഴുതുക, അതിനോട് കോമൺ ഡിഫറൻസ് കൂട്ടി x4 എഴുതുക. കോമൺ ഡിഫറൻസിൻ്റെ വാല്യൂ അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. കോമൺ ഡിഫറൻസ് പോസിറ്റീവ് സംഖ്യയാണെങ്കിൽ ആഡ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ നെഗറ്റീവ് സംഖ്യയാണെങ്കിൽ നമുക്ക് മൈനസ് ചെയ്താണ് പോകേണ്ടത്. അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള മോർ ക്വസ്റ്റ്യൻസൊക്കെ വരുന്നത് നിങ്ങൾ ചെയ്ത് നോക്കി ആൻസർ കണ്ടുപിടിക്കുക. എല്ലാ സമയത്തും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക നമ്മൾ പഠിച്ചു വയ്ക്കും. ചിലർക്ക് നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും തമ്മിലുള്ള ഇത് പറ്റാത്ത ചില കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ആ നെഗറ്റീവ് സംഖ്യ വരുമ്പം നമുക്ക് ഓരോ സംഖ്യയിൽ നിന്ന് മൈനസ് ആയിട്ടായിരിക്കും അടുത്തടുത്ത സംഖ്യകൾ വരുന്നത് എന്നുകൂടി ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങളിട്ട് കാണുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ ഫ്രണ്ട്സിന് കാണുന്നവർ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മറ്റ് നിങ്ങളെ ഫ്രണ്ട്സിനൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.